അപ്പോൾ ഓണക്കോടി തരട്ടെ. ഓണത്തിനുള്ള ഓണക്കോടിയാണ് അതിനകത്ത്. നമസ്കാരം. ഓണത്തിനൊരു ഓണക്കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ ബാബു ചേട്ടൻ്റെ വീട്ടിലാണ്. ബാബു ചേട്ടൻ്റെ വീട് എന്ന് പറയുമ്പോൾ പാങ്ങോട് പഞ്ചായത്തിലാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വന്നു. നമ്മളൊരു ഓണക്കോടി ഇന്ന് രണ്ടുപേർക്കും, ഇവരെ കഴിഞ്ഞ ഒരു 1.5 വർഷങ്ങളായി എനിക്കറിയാം. നമ്മുടെ ചാനൽ ആരംഭിക്കുന്ന സമയം മുതൽ ഉള്ളൊരു സൗഹൃദമാണ്. നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് ഇവരുടെ ഒരു വീഡിയോ. വളരെ ദയനീയമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ അതൊക്കെ ആണെങ്കിലും എനിക്ക് ഇവരോടുള്ളൊരു വലിയ സ്നേഹം. അതുകൊണ്ട് നമ്മുടെ ഈ ഓണത്തിനൊരു ഓണക്കോടി എന്ന് പറയുന്നത് അടുത്ത മാസത്തെ ഓണത്തിന് ഇപ്പോഴേ നമ്മൾ ഓണക്കോടി കൊടുക്കുകയാണ്. കാരണം ആദ്യത്തെ ഓണക്കോടി ചേട്ടനെ കൊടുക്കണമെന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതിപ്പം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഓണക്കോടി തരട്ടെ. നമുക്ക് ഈ ഓണക്കോടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് താജ്മഹൽ ജുവലറി കല്ലറയാണ്. ഓണത്തിനൊരു ഓണക്കോടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. നമുക്ക് സാധുക്കളെ സഹായിക്കുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാമാണ്. അതിൽ നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയും. മോലി ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്നത് കല്ലറ താജ്മഹൽ ജുവലറിയിലാണ്. ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് നമ്മൾ വാങ്ങാൻ പോവാണ്. ഈ ഗിഫ്റ്റ് വാങ്ങി നമ്മൾ അർഹമായ കാര്യങ്ങളിൽ എത്തിക്കും. അപ്പം നമ്മൾ ഗിഫ്റ്റ് കൈപ്പറ്റാണ്. താജ്മഹൽ ജുവലറി അറിയാം. നമുക്ക് സാധുക്കളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ആവശ്യം എന്ന് ചെന്ന് പറഞ്ഞ ഉടനെ വളരെ സ്നേഹത്തോടെ ഓണക്കോടി തന്ന് സഹായിച്ച താജ്മഹൽ ജുവലറി കല്ലറ ജംഗ്ഷൻ. ഇവിടുത്തെ ഈ ന്യൂസ് കണ്ടിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറുകൾ കിട്ടും. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അമ്മയ്ക്കുള്ള ഓണത്തിനുള്ള ഓണക്കോടിയാണ്. അതിനകത്ത് അമ്മ നേരെ പിടിച്ചോളുന്നു. ഇത് ഓണക്കോടി നമ്മൾ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ പുറകിലുള്ള വീട് കണ്ടല്ലോ, ഈ വീട് വളരെ ദയനീയമായ ഒരു വീടാണ്. എൻ്റെ ഒരു മനസ്സിലുള്ള ആഗ്രഹം ഒരു 250 വരുന്ന 4 ഇഞ്ചിൻ്റെ ഉള്ളൊരു താവൂക്ക് കല്ല് വെച്ച് കെട്ടി മുകളിലൊരു 10-15 ടിൻ ഷീറ്റും കൂടെ ഇട്ട് കൊടുക്കണമെന്ന്. കാരണം നനയാതെ ഇരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്പിറേഷനിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കൃപാസനം വഴിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് കൃപാസന മാതാവിനും തിരുക്കുമാരനുമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡെഡിക്കേഷനിലൂടെയാണ് ഈ പ്രോഗ്രാം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ അനുഗ്രഹവും നമുക്ക് ദൈവം തന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് എളിയ ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ഓണക്കോടി കിട്ടിയാൽ അത് ഓണക്കോടി ഒരു തോർത്തായാലും ഓണക്കോടി തന്നെയാണ്. 100% സന്തോഷമായി. 1.5 വർഷം കൊണ്ട് നമ്മൾ കാണാൻ തുടങ്ങി. അന്ന് മുതലേ ഈ സൗഹൃദം മുന്നോട്ട് കൊണ്ടുവരാണ്. ഇതാ ഇന്ന് ഈ സമയം വരെ അതിനുള്ള താല്പര്യവും ആഗ്രഹവും കൊതിയും സന്തോഷവും സ്നേഹവും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിരുന്നത് ഈ മനുഷ്യർ എനിക്ക് മരുന്നുൾപ്പെടെ ഇനി തരികയാണ്. ഇത്രയും ഈ 1.5 വർഷം കൊണ്ട് എല്ലാ സഹായങ്ങളും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മരുന്ന് ഇപ്പോൾ കറക്റ്റ് കുടിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. ശരി. എന്തായാലും ഈ വീട് നമുക്കൊന്ന് പുതുക്കി പണിഞ്ഞു കൊടുക്കണം. ഓണക്കോടി കൊടുത്തുകൊണ്ട് മാത്രം വലിയ കാര്യമായില്ലെന്ന് എനിക്കറിയാം. അവർക്കൊരു 10-200 കല്ല് വരുന്ന ഒരു വീട്, കല്ലൊന്ന് അടുക്കി താവൂക്ക് കല്ല് വെച്ചിട്ട് ഒരു ചെറിയ വീട് പോലെ ഒന്നാക്കി കൊടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് വേണ്ടേ? വേണം. അപ്പൊ അതുകൂടെ തരാൻ ഞാൻ ശ്രമിക്കും. നമ്മളെ കയ്യിലല്ലേ ഇതൊന്നും, എങ്കിലും നമുക്ക് ശ്രമിക്കാം കേട്ടോ. നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഇതുപോലെ തീരെ നിർദ്ധനരായിട്ടുള്ള ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ വസ്ത്രത്തിനോ ഓണക്കോടിക്കോ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അവരെ നമ്മൾ വന്ന് കണ്ട് നമ്മൾ ഈ സമ്മാനങ്ങൾ കൊടുക്കും, ഓണക്കോടിയും കിറ്റും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ അത് അവരെ മെൻഷൻ ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. ഇതൊരു കാരുണ്യത്തിന്റെ നിങ്ങളുടെ ഒരു കരസ്പർശം ഇതിനകത്തുണ്ടാവട്ടെ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.